പിന്നെ നമ്മളന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഇങ്ങനത്തെ ഈജിപ്ഷ്യൻ ആൽബ എന്നൊക്കെ പറഞ്ഞ മാതിരി ഇത് പിരിമിഡൊക്കെ ഉണ്ട് നമ്മുടെ അടുത്ത്. ഇതിന്മേലൊക്കെ പല ഡിഗ്രിയിലാണ് ചെരുവുകൾ. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പണ്ട് രാമായണം ഭാഗവതമൊക്കെ വെക്കാൻ ഒരു പീഠം ഉണ്ടാകുന്നില്ല, പുസ്തകം വെക്കണം. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുപോലെയൊക്കെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യണത്, വീഡിയോ എടുക്കണത്. പിന്നെ ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ ഒറിജിനൽ JBLൻ്റെ സാധനം കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ വീഡിയോയിൽ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ നല്ല അടിപൊളി സാധനങ്ങൾ വാങ്ങിക്കൊടുക്കണം, അല്ലെങ്കിൽ അതാ എൻ്റെ ഒരു ചെവിട് പോയി അറിയും കുറച്ച് കഴിഞ്ഞാൽ. നമസ്കാരം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു സംഗീതം ആലപിക്കാനാണ്. എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരാളാണ് ഗിരീഷ് പുത്തഞ്ചേരി സാറ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും ചിലപ്പോൾ നമ്മൾ കാണാൻ തോന്നുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങളൊക്കെ തിരഞ്ഞു പിടിച്ച് കാണലുണ്ട്. അപ്പോൾ ഒരു പാട്ട് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി സാറ്, മഞ്ജു വാര്യർ, ആ മേഡം, പിന്നെ അങ്ങനെയൊക്കെ ഒരുപാട് ആളുകളുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ അഭിനയിച്ച ഒരു സിനിമ പെട്ടെന്ന് പേര് കിട്ടുന്നുണ്ട്. കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്താണ് തോന്നുന്നു. കുതിരയിലൊക്കെ ഇങ്ങനെ മണ്ടുണ്ടല്ലോ. അപ്പം എന്നാൽ മാതിരിത്തെ പാട്ട്. അപ്പം നമ്മളൊരു പാട്ട് പാടുകയാണ്, 4 പേര് ആലപിക്കുകയാണ്. ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ, പതിയെ പറന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. പല നാളലഞ്ഞ മരുയാത്രയിൽ ഹൃദയം തിരഞ്ഞ പ്രിയ സ്വപ്നമേ, മിഴികൾക്കു മുമ്പിലിതളാർന്നു നീ വിരിയാനൊരുങ്ങി നിൽക്കയോ, പിരിയാനൊരുങ്ങി നിൽക്കയോ. പുലരാൻ തുടങ്ങുമൊരു രാത്രിയിൽ തനിയെ കിടന്നു മിഴിവാർക്കവേ, ഒരു നേർത്ത തെന്നലലിവോടെ വന്നു നെറുകിൽ തലോടി മാഞ്ഞുവോ, നെറുകിൽ തലോടി മാഞ്ഞുവോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു അദ്ദേഹമാണ് അയാൾ. എപ്പോഴും മുറുക്കി ചോപ്പിച്ചിട്ട് ലിപ്പൊക്കെ കാണാം. എപ്പോഴും മുറുക്കണ ആളുകളുടെ ഒരു ലിപ്പൊക്കെ ഉണ്ടാവില്ലേ, എപ്പോഴും ഒരു പ്രത്യേക രസമാണ് കാണാം. മുറുക്കി ചോപ്പിച്ചിട്ടൊക്കെ ഇരിക്കുന്ന ആളാണ്. മുറുക്ക് മാത്രം ദുശീലായിട്ടൊക്കെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരാളാണ്. രസമാണ് ഈശ്വരൻ. ഭിത്തിലെ മുറുക്ക്.